അപ്പോൾ രണ്ട് പാർട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പൊന്നോ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആകുന്നൊരു പിടുത്തമില്ല. നമ്മളെങ്ങനെയാ പുറത്തിറങ്ങുന്നത്? ഇതിലേക്കൂടെ ആണെന്നറിയാൻ വയ്യ. ഒരു വഴി കണ്ട ആ വഴി അങ്ങ് പോവുക. വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് വീഡിയോ രണ്ടായിട്ടാണ് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിടിച്ച് കെട്ടിയിടണം ചെയ്യും. ഇവിടെ വീഡിയോ കാണുന്നവർ ഇവിടെ ബഹ്റൈനിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് നാട്ടിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബഹ്റൈനിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് ആദ്യമേ വന്ന കസരിയ സൂക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തമില്ല. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട്. ഈ ഫുട്പാത്തൊക്കെ ഇപ്പം റെഡിയാക്കിയതാണ്. ഇപ്പം കുറച്ച് നാളായതേ ഉള്ളൂ ഈ ഫുട്പാത്തൊക്കെ ഒന്ന് സെറ്റാക്കി ക്ലിയർ ആക്കിയിട്ട്. ഇവിടെ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ട് തന്നെയാണ്. സൈഡിൽ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. ഡ്രോപ്പ് ചെയ്തിട്ട് പൊയ്ക്കോളൂ, ആ ഒരു രീതി, ഒരു കൺസെപ്റ്റിലാണ് ഇവർ ഈ മാർക്കറ്റ് ഇപ്പോൾ പണിഞ്ഞ് സെറ്റാക്കിയേക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല അടിപൊളി ഒരു ടോയ്സിൻ്റെ ഷോപ്പ് കാണാൻ പറ്റും. ഒരുപാട് ടോയ്സ് ഉണ്ട്. ടോയ്സ് എന്താ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു? കുറേ ഉണ്ടല്ലോ ഇത്. ഒരുപാട് ടോയ്സ് ഉണ്ട് ഇവിടെ. ഈ റോഡ് ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ എവിടെ ചെല്ലുന്നതെന്ന് അറിയത്തില്ല. ഈ റോഡ് നേരെ പോയി എവിടെ ചെല്ലും? എവിടെ ചെല്ലുന്നത്? എയർപോർട്ടിന്റെ ഒരു ബാക്ക് സൈഡ് പോലെയൊക്കെ വരും. എയർപോർട്ട് ഇനിയും പോണ്ടേ? ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന്റെ സ്പേസ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ഇല്ല. ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സെറ്റായി, നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ തിരക്ക് കുറവാണ്. ഈ ഏരിയയിലൊക്കെ മലയാളികളുടെ ഷോപ്പുകളാണ് കൂടുതൽ. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നടന്നാണോ അല്ലേ? ഒരു ചപ്പൽ ഷോപ്പ്, ചെരുപ്പ് കട എന്ന് പറയാം. പർദ്ദക്കട, അബായ ഷോപ്പ്. വീഡിയോ കാണുന്നവർ ഇവിടെ ബഹ്റൈനിലുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് നാട്ടിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബഹ്റൈനിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന കണക്ക് ഫുള്ള് മരുഭൂമിയും കടലും മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അല്പം സാലറി കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ ഇവിടെ അടിപൊളി രസമാണ്, സെറ്റാണ്. അടിപൊളി സ്ഥലം, നല്ല നീറ്റായിട്ട് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ.
വേസ്റ്റ് ഒന്നും ഇടാതെ നല്ല കറക്റ്റ് സെറ്റ് ക്ലീൻ ആയിട്ടാണ് അവര് സൂക്ഷിച്ചേക്കുന്നത്. ഇത് ഇവിടുത്തെ പള്ളിയാണ്. ഇതിനകത്തൂടെ പോവാം. ഇതിനകത്തൂടെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ തന്നെ പോവുകയാണ്. ഇത് ഇതിലേക്കൂടെ ആണെന്നറിയാൻ വയ്യ. ഒരു വഴി കണ്ട ആ വഴി അങ്ങ് പോവുക. എന്തായാലും ഇത് ഷിയാക്കളുടെ ഏരിയ ആണ് അല്ലേ? ആ, ഷിയാക്കളുടെ ഏരിയ ഇത്. വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് വീഡിയോ രണ്ടായിട്ടാണ് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 2 പാർട്ടും എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബഹ്റൈനിലെ വിശേഷങ്ങളൊക്കെ അതാ ഇങ്ങനത്തെയൊക്കെയാണ്. ഇത് ബഹ്റൈനിലെ മുഹറക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളുണ്ട്. നല്ല വിയർക്കുന്നുണ്ട്. ഇതിലേ കൂടെ വഴിയില്ല. ഇത് കഴിഞ്ഞ് ഇനി ഇതിലേ കൂടെ പോവാം. എൻ്റെ പൊന്നോ, ഇത് ഏത് സ്ഥലമാണെന്നുണ്ടോ? പിടിച്ച് കെട്ടിയിടെ കാണാൻ ചെയ്യോ ഇവിടെ? ഷിയാക്കള ഏരിയ അല്ലേ? അല്ല വീണ്ടും അല്ലേ? അത് ആരെ കണ്ടൊക്കെ കാണുന്നുണ്ട് അവിടെ. ഒരുപാട് പഴക്കമുള്ള വീടുകളൊക്കെ ആട്ടോ അവിടെ ഉള്ളത്. ഒരുപാട് പഴക്കമുള്ള വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മാറ് പൂച്ച കാണാൻ വയ്യ. എൻ്റെ പൊന്നോ, എവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആകുന്നൊരു പിടുത്തമില്ല. നമ്മളെങ്ങനെയാ പുറത്തിറങ്ങുന്നത്? ആ, ഇത് നമ്മൾ മറ്റേ സൂക്കിൻ്റെ അവിടെ എത്തി. നമ്മൾ ഇതിലെ കൂടെ കയറി വന്നതല്ല, പിടുത്തമുണ്ടോ? വണ്ടിയൊക്കെ പോകുന്നു കേട്ടോ. ഇത് ഒരുപാട് പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് മുതലേ ഉള്ള ബിൽഡിങ്ങാണ്. പക്ഷെ പൊളിക്കാതെ ഇട്ടേക്കാണ് താഴെ. ഇതുണ്ട്, ഇതെല്ലാം ഒരുപാട് പഴയ ബിൽഡിങ്ങുകളാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ നടന്ന് ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റൂമിൽ പോകുന്ന വഴി അറിയാത്ത ഒരു സ്ഥലത്താണ്. പല കളറിലുള്ള ബൾബൊക്കെ, ലൈറ്റൊക്കെ കാണുന്നുണ്ട്. എങ്ങോട്ടാടേ പോന്നേ? ഏത് സ്ഥലം എത്തി? പിന്നെ ഒരു പിടുത്തമില്ല കേട്ടോ. നടന്ന് ഏതൊക്കെയോ സ്ഥലത്തെത്തി. എവിടെയാണെന്നൊരു പിടുത്തമില്ല. ഞങ്ങളെ റൂമിലേക്ക് പോകാനുള്ള വഴി അറിയാതെ കിടന്ന് നടക്കുക. ഏകദേശം ഒരു 4 കിലോമീറ്ററോളം, 4 കിലോമീറ്റർ കൂടുതൽ നമ്മൾ നടന്നിട്ടുണ്ടല്ലേ. ഇതിനകത്ത് ഇനിയും ഒരുപാട് പഴയ ബിൽഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് സ്ഥലം? ആ, ഓക്കെ, അത് പാർക്കിംഗ് ഉണ്ട്. ഫൈനലി നമ്മൾ റൂമിൻ്റെ ഭാഗം എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അവിടെ വലിയൊരു പള്ളി ഉണ്ട്. അല്ലോ, നേരെ നോക്കി നടന്നു പോയില്ലെങ്കിൽ വീഴുകയും ചെയ്യല്ലോ. പ്രവാസികളായ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ നാട്ടിലുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അവരും കൂടെ കാണട്ടെ. ഇവിടെയൊക്കെയാണ് ജോലി ചെയ്യുന്നതെന്നുള്ളതൊക്കെ അവർ കാണട്ടെ. ഇത് പുതിയതായിട്ട് ഇവിടെ നിർമ്മിച്ച കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ്. ഒരു 3 ഫ്ലോറായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉണ്ടോ? നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ആ സ്ഥലമാണ്. അതായത് റാമേസ് ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ആണിത്. അടിപൊളിയാണ് സെറ്റ് സ്ഥലം. അത്യാവശ്യം തണുപ്പ് ക്ലൈമറ്റൊക്കെ ആവാൻ നേരത്ത് നമുക്ക് ഇവിടെ വന്ന് കണ്ടപ്പെടുന്ന ഒരു ഷവർമയൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. നല്ല വൈബ് സ്ഥലമാണ്. ഈ ഫ്രണ്ടേ നടന്നു വന്നത് എൻ്റെ റൂംമേറ്റാണ്. പുള്ളി ഇവിടെ എത്ര വർഷം? 20 വർഷമോ? നിങ്ങളിവിടെ എത്ര വർഷം എന്ന് പറഞ്ഞ്? ഇവിടെ ബഹ്റൈനിൽ 31 വർഷം എൻ്റെ കൂടെ നടന്നു വരുന്നത്. 31 വർഷമായി പ്രവാസിയായിട്ട്. ഇതാണ് നമ്മളെ താവളം. നമ്മൾ ഏകദേശം റൂം എത്താറാണ്. ലുലു റെസ്റ്റോറൻറ്റ്. ഇത് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ ഏരിയ ആണ്. ഒരു 5 മണി 5:30 ആ ടൈമിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഏകദേശം 7:20 അപ്പോൾ 2 മണിക്കൂറോളം നമ്മൾ നടന്നിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ നടന്നാണ്? ഒരു 4 കിലോമീറ്റർ കൂടി 4-5 കിലോമീറ്റർ നടന്നാണ് അല്ലേ? അത്യാവശ്യം അത്രയൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്തെത്തി. റൂമിന് അടുത്ത് തൊട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടുത്തെ എന്താ പറയുക, മുന്നേ പറഞ്ഞിട്ടുള്ള വണ്ടി ഇടിച്ച് കൊല്ലുമോ? ഇത് ഇവിടുത്തെ ഒരു പഴയ വീടാണ്. അതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സ്ഥലമാണിത്. അല്ല, ഒരുപാട് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണിത്. മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്. ഫക്രോ ഹൗസ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയാൽ മതി. പിന്നെ അകത്ത് വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരുപാട് നടന്ന് ക്ഷീണിച്ച് നല്ല രീതിയിൽ നടന്ന് നല്ല വിയർത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക. അതല്ല, വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 പാർട്ടും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.